എന്റെ കുട്ടി പഠിക്കണില്ല, എന്റെ കുട്ടിക്ക് പരീക്ഷയിൽ മാർക്കില്ല, എന്റെ കുട്ടിക്ക് മടിയാണ്, എന്റെ മോൻ എന്നും കരച്ചിലാണ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, എന്റെ മോൾക്ക് പരീക്ഷയുടെ അന്ന് പനി വരികയാണ്. ഇതൊക്കെ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നമായിട്ട് നിങ്ങൾ പാരന്റ്സ് കരുതുന്നുണ്ടോ? എന്നാൽ അത് മാത്രമല്ല, അത് ഈ സിസ്റ്റത്തിന്റെ കൂടി പ്രശ്നമാണ്. ഹായ്, വെൽക്കം ടു സാപ്പിയൻസ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മടിയാണ്, പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഓരോന്നും പറയാണ്. ഇവര് പലരും സ്കൂളിൽ പോകാൻ കൂടി താല്പര്യം കാണിക്കണില്ല. അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കുറെ കളികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, അവിടെ കുറെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കണതിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, നമുക്ക് നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കും ഫ്രണ്ട്സ് ഇല്ലാന്നോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇല്ലാന്നല്ല, പക്ഷെ അവർക്ക് അതിനേക്കാളും എക്സൈറ്റഡ് ആവുന്ന പല കാര്യങ്ങളും അവർക്ക് അവരുടെ സ്ക്രീനിലും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കുറച്ച് പേരുടെ ഇടയിലും മാത്രമായിട്ട് ചുരുങ്ങി പോവാണ്. ഇതൊക്കെ കുട്ടികളുടെ മാത്രം പ്രശ്നമായിട്ട് കാണിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. എന്നാൽ സാപ്പിയൻസിന് മനസ്സിലായിട്ടുള്ളത് അത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, അതെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെയും കൂടി പ്രശ്നമാണ്. അതായത് ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ചേഞ്ച് ആയിട്ടില്ല. പണ്ട് എങ്ങനെയായിരുന്നോ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കാനാണ് പല അധ്യാപകരും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പല അധ്യാപകരും ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലാണോ മനസ്സിലാവാന്നൊന്നും ഇവരാരും ചിന്തിക്കണില്ല. അങ്ങനെ ചിന്തിക്കാണ്ടിരുന്ന് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഉണ്ടാവണേ? ആ കുട്ടിക്കും പഠിക്കാൻ പറ്റുന്നില്ല, ആ അധ്യാപകന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. ഈ പറഞ്ഞ രീതിയിലല്ലാതെ അവരുടേതായ കുറെ മാറ്റങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ ഇരിക്കുന്ന കുറെ അധ്യാപകർ ഇപ്പോഴുണ്ട്. പക്ഷെ അവരും ഈ ഒരു സിസ്റ്റത്തിൽ നിൽക്കേണ്ടി വരികയാണ്. അത് ചില സമയത്ത് പാരന്റ്സ് പറഞ്ഞിട്ടായിരിക്കും, ചില സമയത്ത് സ്കൂളിൽ നിന്നുള്ള കുറെ കമ്പലിംഗ് ആയിരിക്കും, അങ്ങനെ പല രീതിയിൽ. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോഴത്തെ സിസ്റ്റത്തിനൊരു ബദലായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതാണ് സാപ്പിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടീനെയും ഒരേപോലെ കാണുന്ന പരിപാടി ഈ മൊമെന്റിൽ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മളൊരു ഡോക്ടറിനെ പനിക്ക് കാണാൻ പോയി, അവിടെ 10 പേര് കാണാൻ പോയി കഴിഞ്ഞാൽ 10 പേരെയും പരിശോധിച്ചിട്ടാണ് ഡോക്ടർ 10 പേർക്കുള്ള വേറെ വേറെ മരുന്നുകൾ എഴുതാം. അല്ലാതെ ഒരാളെ ചികിത്സിച്ചിട്ട് ആ മരുന്ന് എല്ലാവർക്കും കൊടുക്കല്ല ചെയ്യാം. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു രീതിയിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ ശ്രമിക്കാം, എന്നിട്ട് നമ്മൾ എന്താ ഒരേ റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിന് പകരമായിട്ട് ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളും ഓരോ കുട്ടിയുടെ സൊല്യൂഷൻസും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് വരെ ഒരേ റിസൾട്ടിലേക്ക് എത്താനാക്കിയിട്ട് സാധിക്കും. നമ്മളിവിടെ ചെയ്യണത്, ഒരു 7th കുട്ടി വന്നു, എന്താ മോനെ വേണ്ടത്, ഏത് സബ്ജക്റ്റാണ് വേണ്ടത്, എന്നിട്ട് അതെല്ലാം ചോദിക്കണു, എന്നിട്ട് അങ്ങനെ ക്ലാസ് കൊടുക്കണു. അങ്ങനെ ഒരു ഹോട്ടലിലത്തെ രീതിയേ അല്ല നമ്മൾ ചെയ്യണത്. പകരം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയായിട്ട് സംസാരിച്ചിട്ട് ആ കുട്ടിയുടെ ഡയഗ്നോസിസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പ്രോബ്ലംസും ആ കുട്ടിയുടെ സ്ട്രഗിൾസും ആ കുട്ടിയുടെ നീഡും മനസ്സിലാക്കിയിട്ട് അവന്റെ അംബിഷൻ വരെ മനസ്സിലാക്കിയിട്ട് അതിനെന്താണോ കൊടുക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ട് അത് ഞങ്ങളുടെ കമ്പാനിയൻസിനെ കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഇന്റർവെൻഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പാരന്റ്സിന്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ ടീമിന് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഒരാൾ വിചാരിച്ച ഒരിക്കലും ഒരാളെ നന്നാക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ നന്നാക്കാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പല ലഹരിയിലും പല പല കാര്യങ്ങളിലും വീണ് പോവാണ്. അതിനു വേണ്ടിയിട്ട് പല ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികൾ വെക്കുന്നുണ്ട്, ചിലർ സൈക്കിൾ റാലി നടത്തുന്നുണ്ട്. എല്ലാതും നല്ലത് തന്നെയാണ്, പക്ഷെ ആരും ചിന്തിക്കുന്നില്ല. അവരെ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് അവരുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ അവർ ഇതിലേക്കൊന്നും പോവാതെ നല്ല രീതിയിലേക്ക് തന്നെ ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. ഞങ്ങളുടെ ഈ ഒരു സൊല്യൂഷൻ മെത്തേഡ്സിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ടെക്നോളജി രീതികൾ, കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ പഠിപ്പിക്കണത് എന്ന് പറയുന്നത്, അത് സ്കൂളിലത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലത്തെ ആയിക്കോട്ടെ, ഈ പഠിപ്പിക്കണത് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കും ഇഷ്ടമല്ല, കുട്ടികൾക്കും ഇഷ്ടമല്ല. അപ്പൊ അതിന് പകരമായിട്ട് അവര് തന്നെ പഠിക്കുന്ന ഒരു രീതി, അതൊരിക്കലും സെൽഫ് ലേണിംഗ് എന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഒരാളുണ്ടായിരിക്കും, ആ ആള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും, അവർക്ക് പഠിക്കാനായിട്ട് അവരുടെ കുറെ ടൂൾസ് ഉണ്ടായിരിക്കും, കുറെ ടെക്നോളജീസ് ഉണ്ടായിരിക്കും, കുറെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ട് അവൻ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാത്രമല്ല അവന്റെ പഠനം പോകുന്നത്, പകരം അതിന്റെ ലൈഫ് ലോങ് എന്താണോ ആ കുട്ടി പഠിച്ചതെന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും കൊടുക്കല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോട്ടല് അല്ലാന്നുണ്ടെങ്കിൽ ആ പരിപാടിയിൽ നമ്മൾ മാറും. അപ്പൊ ഞങ്ങളിവിടെ ചെയ്യണത്, എത്ര കുട്ടികൾ വരണോ ആ കുട്ടിക്ക് ഒരു നീഡ് ഉണ്ടോ, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അന്വേഷിച്ച് ഞങ്ങളുടെ R&D ടീമും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്യാണ്, എന്നിട്ട് അത് കൊടുക്കുകയാണ്.
അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരു 1 year ആവാറായപ്പോഴേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം കുട്ടികളും ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ അധ്യാപകരും ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ പാരന്റ്സിനെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതൊന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു AI ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തും. അതിൽ ആ ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലും ആ ഒരു കുട്ടിയുടെ ലേണിംഗ് നീഡും എല്ലാം ഞങ്ങളൊന്ന് അനലൈസ് ചെയ്യും. നമ്മുടെ അക്കാഡമിക് ഹെഡ് തന്നെ ഡയറക്റ്റ് ആ കുട്ടിയുടെ ഒരു ഷോർട്ട് കോൺവെർസേഷൻ നടത്തിയിട്ട് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ നീഡ് ഉണ്ടോന്നോ ഒക്കെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഞങ്ങളുടെ ഓപ്പറേഷൻ ടീമിനും കൗൺസിലിംഗ് ടീമിനായിട്ട് ഷെയർ ചെയ്യാണ്. അവരിതെല്ലാം അനലൈസ് ചെയ്തിട്ട് എങ്ങനെ വേണം ഈ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ, ഏത് രീതിയിൽ പോകണമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും സാപ്പിയൻസ് കമ്പാനിയൻസിനെ ഇവർക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നത്. ഞങ്ങൾ ബാക്കിയുള്ളടത്ത് പോലെ കുറച്ച് കുട്ടികളെ എടുക്കുക, അവരെ പഠിപ്പിക്കാൻ ആരെങ്കിലും വെക്കാന്നുള്ള ഒരു പരിപാടിയല്ല ചെയ്യുന്നത്. പകരം ഒരു കുട്ടീനെ കറക്റ്റായി മനസ്സിലാക്കി ആ ഒരു കുട്ടിയുടെ നീഡ് എന്താണെന്ന് അനലൈസ് ചെയ്ത് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ആരാണോ അത് നോക്കി അവരെ ആയിരിക്കും ആ കുട്ടിയുടെ ക്ലാസ്സസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അസൈൻ ചെയ്യുന്നുണ്ടാവും. അതുവഴി ഒരു മടുപ്പ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുക, ഒരു കമ്പൽ ചെയ്തൊരു കാര്യം ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇവിടെ ആ കുട്ടിക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ മന്തിലും ഞങ്ങളൊരു AI അസസ്മെന്റ് നടത്തും. അതായത് ഈ കുട്ടിയുടെ പ്രീവിയസ് മാർക്സും പ്രീവിയസ് പെർഫോമൻസും ഞങ്ങൾ ഒരിക്കലും മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടല്ല പോകുന്നത്. പകരം ആളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആളുടെ കോൺഫിഡൻസ് ലെവല്, പിന്നെ ആളുടെ ലാംഗ്വേജ്, ഗ്രാമർ, ഇതെല്ലാം ചെക്ക് ചെയ്യും. കാരണം നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ച് എന്തെങ്കിലും പോർഷൻ പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഒരാൾക്കും ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. പകരം ആളുടെ സറൗണ്ടിങ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ആളുടെ ചുറ്റും നമ്മൾ നിന്നിട്ട് എന്തൊക്കെയാണോ വേണ്ടതെന്ന് നോക്കി അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കുട്ടീനെ നമുക്ക് ഉയർത്താനായിട്ട് പറ്റുക. ഈ രീതിയിൽ മന്ത്ലി അസസ്മെന്റിൽ നമുക്ക് ഫീൽ ചെയ്യാണ് ഈ ഒരു കുട്ടി ഇംപ്രൂവ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആയെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പ്ലാനിനെ റീസ്ട്രക്ചർ ചെയ്ത് എന്താണോ ഈ നീഡുള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊടുത്തു പോകുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും. അതിനനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ടെക് നീഡ് ഉണ്ട്, അതായത് ഒരു കുട്ടിക്ക് വിഷ്വലൈസ് ചെയ്ത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ആൾക്ക് വേറെ എന്തെങ്കിലും ടൂൾസിന്റെ നീഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഓരോ ടൂൾസും ഡെവലപ്പ് ചെയ്ത് പോകുന്ന രീതിയാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്ത് വരുന്നത്. ഈ രീതിയിലെല്ലാം ചെയ്തു പോകുമ്പോൾ അവന്റെ അക്കാഡമിക്സിൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ലേണിംഗ് ജേർണിയിൽ ആ കുട്ടിക്ക് ചേഞ്ച് വരുന്നതായിട്ട് ഞങ്ങൾ ലൈവ്ലി എക്സ്പീരിയൻസ് ചെയ്യാണ്. ഞങ്ങളുടെ പാരൻസും ഞങ്ങളുടെ ചുറ്റുള്ള കുറച്ച് അധ്യാപകരും എല്ലാവരും അത് കാണുകയാണ്. അത് കാണുമ്പോൾ അവർക്കും വരുന്ന സന്തോഷം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും, എൻ്റെ മോൻ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മോൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല. ചിലപ്പോൾ അവർ നല്ലോണം പഠിക്കണവരായിരിക്കും, അവർക്ക് നല്ലോണം മാർക്ക് വാങ്ങാനും പറ്റും. പക്ഷേ പരീക്ഷയ്ക്ക് അവർക്ക് മാർക്ക് കിട്ടുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടി പഠിക്കാത്തതുകൊണ്ടല്ല, കുട്ടിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. സാപ്പിയൻസിലാണെങ്കിൽ ഞങ്ങൾ ചെയ്യുക പരീക്ഷകൾ, അതായത് ഉത്തരം എഴുതുന്ന പരീക്ഷകൾ നടത്തുന്നതിന് പകരം ക്വസ്റ്റ്യൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സെഷൻസ് വെച്ചിട്ടാണ് അത് ഞങ്ങൾ ഓവർകം ചെയ്യാറ്. ഇങ്ങനെ പല പല മെത്തേഡ്സ് ഞങ്ങൾക്കുണ്ട്. ഇതൊന്നും ഞങ്ങൾ ഒരുമാതിരി റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ഒന്നുമല്ല. ഓരോ കുട്ടി വരുമ്പോഴും ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഈ സൊല്യൂഷൻസ് എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ഞങ്ങളുടെ സൊല്യൂഷൻസ് എല്ലാം പ്യുവറാണ്. ഞങ്ങൾ ആദ്യം തൊട്ടേ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു വന്നോന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ സ്ട്രഗിൾ ഞങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ, ആ കുട്ടിക്ക് ഒരു നീഡ് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അത് തീർക്കാൻ പറ്റുന്ന ഒരു R&D ടീം ഞങ്ങൾക്കുണ്ട്. അതുവഴി ഞങ്ങൾ അത് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ റിസൾട്ട്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി. ആ റിസൾട്ട്സ് എന്ന് പറയുന്നത് കുറെ ഫുൾ A+കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റാങ്കുകളല്ല, പകരം സ്ട്രഗിൾസ് മനസ്സിലാക്കി സ്ട്രഗിൾസ് പരിഹരിച്ചിട്ട് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ. ഒരു കുട്ടി ലൈഫിൽ സെറ്റ് ആകുമ്പോൾ ആ ഒരു കുട്ടി മാത്രമല്ല സന്തോഷിക്കുന്നത്, ആ കുട്ടിയും ആ കുട്ടിയുടെ പാരന്റ്സും ആ കുട്ടിയുടെ ഫാമിലിയും ആ കുട്ടിയുടെ അധ്യാപകരും ആ കുട്ടിയുടെ ചുറ്റുള്ളവരും സന്തോഷിക്കുകയാണ്. ആ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാപ്പിയൻസിന് സാധിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന കുട്ടികളിൽ ഇപ്പോഴത്തെ കുറെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പല ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇതൊന്നും സമൂഹം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ കേരള സമൂഹം അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുന്ന കുട്ടികളെ വരെ അവർക്ക് വേണ്ട യുണീക്ക് മെത്തേഡ്സ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ പഠിപ്പിച്ചിട്ട് അവരുടെ അക്കാഡമിക്സിൽ അവരെ ഇംപ്രൂവ് ആക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു സന്തോഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലും വേറെ എവിടെ നിന്നും എനിക്കോ എന്റെ ടീമിനോ കിട്ടിയിട്ടില്ല. സാപ്പിയൻസിന്റെ സിസ്റ്റം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇനിയും പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണമെന്നില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യമാണ്. മാർക്ക് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറെ സംവിധാനങ്ങളും സെന്ററുകളും നിങ്ങൾക്ക് ഉണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് പോവാം. അതല്ല നിങ്ങളുടെ കുട്ടിയുടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ആദ്യത്തെ കുറച്ച് കുട്ടികൾക്ക് AI ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പ്രോബ്ലം എന്താണെന്നും അതെങ്ങനെ പാരന്റ്സിന് തന്നെ സോൾവ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മക്കളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതല്ല എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അതിനേക്കാളും കൂടുതൽ ലെവലിലുള്ള ഒരു ഗ്രോത്ത് വേണം അല്ലെങ്കിൽ ഒരു 360 ലെവൽ ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് ടീം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ മാത്രം
ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കുട്ടിയുടെ ഓരോ പ്രശ്നം സാപ്പിയൻസിനും പാരന്റ്സിനും കുട്ടിക്കും കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞ AI ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലിമിറ്റഡ് ആണ്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ ഡെമോ ബുക്ക് ചെയ്തേക്കും. റിമെമ്പർ, ദ സിസ്റ്റം ഈസ് ബ്രോക്കൺ, നോട്ട് സ്റ്റുഡൻസ്.